അങ്ങനെ കപ്പയുടെ മൂട് കളയ്ക്കാനായി യദുനന്ദൻ നായർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് വാടാ. എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു ഗുണമില്ലാത്ത എൻ്റെ അനിയനെ എൻ്റെ അച്ഛൻ കപ്പയുടെ മൂട് കളയ്ക്കാൻ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. കമോൺ ഡാഡി കാണിച്ചു തരൂ. എടുക്ക. ഓ എടുക്ക. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ സ്പാനർ, എത്ര വലിയ ശക്തിയൊന്നും എടുക്കാതെ നമുക്ക് ചീനി പറിക്കാം. ഓക്കെ, ഒരു മൂട് ചീനി പറിക്കാം. വളരെ ശക്തി ഇല്ലാതെ തന്നെ നമുക്ക് ചീനി. അല്ല ഞാൻ ചോദിച്ചിട്ട് ഈ ചീനിയുടെ പൊക്കം വെച്ചിട്ടാണ് ഇത് ആയോ ഇല്ലെന്ന് പറയുന്നത്? ചീനിയുടെ പൊക്കമല്ല, ചീനിയുടെ അതിന്റെ തടി കണ്ടാവും. തടി വണ്ണം വയ്ക്കും. അതിന്റെ മൂട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വണ്ണം വയ്ക്കും കണ്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ആദ്യം അതിന്റെ ഇച്ചിരി മണ്ണ് മാറ്റും. അപ്പൊ ഇതിന്റെ മണ്ട വെട്ടികളുണ്ട്. മണ്ട ഒന്നും ഇപ്പൊ വെട്ടണ്ട, മണ്ണ് കണ്ട പതുക്കെ മാറ്റും. കണ്ട അവിടെ പോയി മണ്ണ് മാറ്റും. മണ്ണ് പതുക്കെ ഇങ്ങനെ നമ്മൾ മാറ്റും. ചീനി കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് പതുക്കെ മാറ്റും. മണ്ണ് മാറ്റിയിട്ട് കണ്ട മേളത്തെ മണ്ണ് പതുക്കെ മാറ്റാം. അതല്ലേ? അല്ല അതെ, അത് തന്നെ കാണിച്ചുതരാം. പതുക്കെ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് വേണ്ട ഒരൊറ്റ ഒരു തടി കഷ്ണവും ഒരു കുറച്ച് കയറും മതി. കുറച്ച് കയറ്. നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ നോക്കി. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഗ്രാവിറ്റിന്റെ ഇത് എല്ലായിടത്തും ഒരേ കണക്ക് വെയിറ്റ് വരും. അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഇത് മൂട് പൊട്ടത്തില്ല. അല്ലാതെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ മൂട് പൊട്ടും. മനസ്സിലായില്ലേ? മൂട് പൊട്ടാതെ നമുക്ക് എടുക്കണം. ചീനിയൊന്നും പൊട്ടിപ്പോരും. വളരെ സിമ്പിളായിട്ട് എടുക്കുക. ഇത് കട്ടിയുള്ള മണ്ണ്, ഇച്ചിരി ഇതുണ്ട് പശപ്പുള്ള മണ്ണ. കണ്ട ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്കോട്ട് ഇത് വെച്ച് കണ്ട കമ്പ് വെച്ച് അതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കണ്ട പൊക്കത്തൊക്കെ വണ്ണം. ഇനി നമ്മൾ കണ്ട ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് റോപ്പ് എടുത്താൽ മതി. പ്ലാസ്റ്റിക് റോപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ അത് കെട്ടും. നമ്മളിതിങ്ങനെ കെട്ടും. സിമ്പിൾ ടിപ്പാ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ആർക്കും ചീനി പറിക്കാം സുഹൃത്തുക്കളെ, ആർക്കും. ഇതോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന പോലെ ഇത് നേർ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കെട്ടി കെട്ടി ഇത്രയുള്ള സംഭവം. ഇനി അപ്പോൾ എന്തായി, നമ്മൾ മണ്ണ് മാറ്റി ഇങ്ങനെ കെട്ടി ജസ്റ്റ് ആ മുകളത്തെ ജസ്റ്റ് മാറ്റിയാൽ മതി. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റം ഇങ്ങനെ എടുത്തിട്ട് കണ്ടാ അറ്റം അത് അവിടെ ഉള്ളതാണ്ടോ അവിടെ കൊണ്ടു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് പതുക്കെ ലിവർ പൊക്കുന്ന പോലെ പതുക്കെ പൊക്കുക. കണ്ട മൂട് പതുക്കെ 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 പൊക്കുക. ഒരു തരി പോലും കണ്ടോ, പതുക്കെ പതുക്കെ നമ്മൾ പൊക്കുക. കണ്ട പതുക്കെ നല്ല വെയിറ്റ് ഉള്ളതാ. പിടിച്ചു നോക്കിയാൽ പതുക്കെ ഒറ്റ അടിക്ക് വലിക്കരുത്, പതുക്കെ പൊക്കണം. പതുക്കെ പൊക്കിയാൽ ജിമ്മിൽ പോയി ഡമ്പൽ പൊക്കുന്ന എൻ്റെ അനിയൻ ഇതാ ചീനിയുടെ മൂട് പൊക്കുകയാണ് സുഹൃത്തുക്കളെ. ചീനി പറിക്കുന്നത് ഇങ്ങനെ അതൊക്കെ ഒറ്റയൊക്കെ ചെയ്യാവുന്ന. കണ്ടോ പിടിച്ചു നോക്കൂ. ഓ നൈസ് 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 നൈസ്. ഇത് ഒരു തരി പോലും പൊട്ടിപ്പോകത്തില്ല. ഇപ്പൊ പൊട്ടിയെന്ന് വെച്ചാൽ നീ വലിച്ചു പിടിച്ചോണ്ടാ. അപ്പോഴേക്ക് പിണങ്ങിയോ? കണ്ട 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 നമ്മളിത് ഫേസ്ബുക്കിൽ ഇതിന്റെ വലിപ്പം ഉള്ളത് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. നല്ല നരേഷനാണല്ലോ, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. പറഞ്ഞോ കണ്ട ചീനി നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ ചീനി. ഒട്ടും എൻ്റെ ഇത് പോയിട്ടില്ല. കണ്ട ഒരു ശകലം പോലും പോയിട്ടില്ല. പോവാതെ നമ്മള് അച്ഛനെ കണ്ടതുണ്ടാവും. അച്ഛനെ കാണണോ? അച്ഛനെ കണ്ടില്ലേ? ആരാ പറയുന്നതെന്ന് അറിയണ്ടേ? പിന്നെ അത് ആദ്യം എടുത്തിട്ടുണ്ട്. അത് എടുത്തില്ല. ഇതാണ് ഞങ്ങളുടെ ഡാഡി അനിൽകുമാർ. അറ്റം മാത്രമേ കൊടുക്കണ്ട, വേര് കണ്ട ഇത്രയും വേര് പോയിട്ടുണ്ട്.
നല്ല നീളത്തില്ല ഇതിന്റെ ഉണ്ടാ ഇത് മാത്രം ഇച്ചിരി പൊട്ടിയതെന്ന് വെച്ചാൽ ഇച്ചിരി വലിച്ചു പിടിച്ചോണ്ടാ അപ്പൊ അതൊക്കെ പിടിച്ചിരുന്നെങ്കിൽ പൊട്ടത്തില്ല. ഉണ്ടാ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചീനി കുറച്ച് ആരുടെ സഹായമില്ലാതെ ചീനി കുറച്ച് മനസ്സിലായ. അച്ഛൻ ഉദ്ദേശിച്ചത് മക്കളായ ഞങ്ങൾ രണ്ടുപേരും സഹായിക്കാത്തതുകൊണ്ട് അച്ഛൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു എന്നാണ്. ഇനി അടുത്ത ടിപ്പ് പിന്നീട് പറഞ്ഞുതരാം. ശേഷം അടുത്ത ഭാഗം സുഹൃത്തുക്കളെ. ടാറ്റ, സൈനിങ് ഓഫ്. ടാറ്റ.